കോഴിക്കോടിലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 സ്പോട്ടുകൾ, അതും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള വീഡിയോന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത് വയലടയിലായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോടിന്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറയിലെത്തി. നല്ല ലഷ് ഗ്രീനറി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന അരുവിയും ഈ ഒരു കാഴ്ച തന്നെയാണ് കരിയത്തുംപാറയെ ഇത്രയും മനോഹരമായിട്ട് വെക്കുന്നത്. ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ കരിയത്തുംപാറ. കുറച്ച് സമയം ഞങ്ങളും അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നിറങ്ങി നേരെ കക്കയം റൂട്ടിലൂടെ മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളും അതുപോലെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ശരിക്കും ഒരു വയനാട് റൂട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു റൂട്ടായിരുന്നു. ഞങ്ങൾ നേരെ മലബാറിൽ തന്നെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ആയിട്ടുള്ള കക്കയം ഡാമിലെത്തി. കുറ്റ്യാടി നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാനായിരുന്നു വയനാട്ടിലെ ബാനാസുര ഡാം നിർമ്മിച്ചത്. ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കാനായി മെയിൻ ഗേറ്റിലെത്തിയപ്പോഴാണ് ഇവിടെ കേരള ഹൈഡൽ ടൂറിസം സെന്റർ നടത്തുന്ന സ്പീഡ് ബോട്ട് സഫാരിയെ കുറിച്ച് അറിയുന്നത്. 5 പേർക്ക് 1100 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ 2 പേരായതുകൊണ്ട് വേറൊരു 2 പേരും കൂടെ കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്ര. ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ട കക്കയം റിസർവോയറിലൂടെയുള്ള ഈ സ്പീഡ് ബോട്ട് യാത്ര ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഇടയിലൂടെയുള്ള വാട്ടർഫോൾസും അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയും കാണാൻ പറ്റുന്നതാണ്. ബോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം കാട്ടിനുള്ളിലൂടെ കക്കയം ഡാമിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഉരുക്കുയി വാട്ടർഫാൾസിൽ എത്താവുന്നതാണ്. നൂറ്റാണ്ടുകളായി പാറയിൽ വെള്ളം വീണ് ഉരുളു പോലെയുള്ള വലിയ പൊത്തുകളായി മാറിയത് കൊണ്ടാണ് ഈ വാട്ടർഫാൾസിന് ഉരുക്കുയി വാട്ടർഫാൾസ് എന്ന് പേര് വന്നതും. ഇവിടെ വരുന്ന ഏതൊരാളെയും പേടിപ്പെടുത്തുന്നത് ഒന്ന് കാല് തെറ്റി താഴോട്ട് വീണ് പോയി കഴിഞ്ഞാൽ കൂടെ വന്നവർക്ക് തിരിച്ചു പോകാം, പോയ ആള് പോയി എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ഏക തിരച്ചിലില്ലാത്ത വാട്ടർഫാൾസ് ആയിട്ടാണ് ഉരുക്കുയി വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. 1976 അടിയന്തരാവസ്ഥ സമയത്ത് സഖാവ് രാജനെ ഉരുട്ടിക്കൊന്ന ശേഷം കത്തിച്ച് താഴേക്കിട്ടത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഹോളിഡേയ്സിൽ കാലിക്കറ്റിലോട്ടാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ 5 സ്പോട്ട് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക.